എന്താ ഭാസ്കരേട്ടാ, വിവരമില്ലതും തീർന്നു എന്നാ കേട്ടത്. വീട്ടിലോട്ട് വരുവാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു വഴിയുണ്ട്, 40 കവലെന്ന് പറയും. അവിടെ ഒരുത്തനാണെങ്കിൽ ഉണ്ടല്ലോ കമ്പ്യൂട്ടർ ആയിട്ട് റോഡ് നടുക്കിക്കോ, വണ്ടികൾക്കൊക്കെ അടിക്കും. ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. ഒരു മയിലുണ്ടല്ലോ ഗൈസ്, വണ്ടി പോകും, വണ്ടിയില് കമ്പ് വെച്ച് അടിക്കാൻ വേണ്ടി നോക്കുന്നടാ. ഇവിടെ ഇപ്പൊ അടിയും വെട്ടും കുത്തൊക്കെ നടക്കുന്ന തോന്നണേ. ഇടിച്ചാ കേൾക്കണം നിന്നെ. ആ പട്ടി കഴിവേറി വെട്ടിലാക്കാൻ നോക്കായിരുന്നല്ലേ? വെട്ടി അരിഞ്ഞ് നിന്നെ ഈ പറമ്പരാത്തെ കുഴിച്ചു വട്ട് പിടിച്ച താഴെ കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. മോന്ത പിടിച്ചു. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരായിരുന്നു അത്. ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ നിന്നെ മടക്കി ഒടിച്ച് ചുരുട്ടി കൂട്ടും ഞാൻ. വെട്ടിച്ചില്ല, നമ്മൾ വണ്ടിക്കിട്ട് അടി കിട്ടിയാനും. എന്നിട്ട് ഞാൻ അവിടുന്ന് പോലീസിനെ വിളിച്ച് ഇവനെ വണ്ടി ഇടിപ്പിക്കാൻ ഞാൻ നോക്കി. എന്നിട്ട് ഒപ്പം പേടിച്ച് മാറിക്കണം. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. കൊടുത്തറ ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ടുണ്ട്. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോടത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.